ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ല സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ്. ഇന്ന് ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് ആദ്യം നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മെസ്സേജസ്. അത് കഴിഞ്ഞ് നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഉപയോഗിച്ച് റീഡ് ചെയ്യാവേ. എന്ത് മെസ്സേജാണ് അല്ലെങ്കിൽ എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. Star ancestor, follow the voice of your soul. Hold the space. Hunter. Be open to medicine guardian or guardian, medicine guardian. Broken arrow. Unleash the wild within. She wolf. Love and let you rest. Heart guardian. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓട്ടം വന്നിരിക്കുന്നത് വൈസ് വൺ. ഗ്രോ വിത്തിൻ യുവർ കറന്റ് സിറ്റുവേഷൻ. മനസ്സിലായി? നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ് ആണ് ഔൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രോ വിത്തിൻ യുവർ കറന്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്കൊരു വളർച്ചയുണ്ട്, അല്ലെ? ഉള്ളിൽ നിന്ന് വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉള്ളിൽ ആന്തരിക ശക്തി എന്താണ്? ദൈവികമായ എനർജിയാണത്, അല്ലെ? അപ്പൊ അവിടെ നിന്നുമാണ് വളരേണ്ടത് നിങ്ങൾ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആന്തരിക ശക്തി ഉപയോഗിച്ച് വേണം നിങ്ങൾക്ക് വളരാൻ. അതായത് ഉള്ളിലെ ദൈവിക ശക്തി ആണ് നിങ്ങൾക്ക് വളർച്ചയ്ക്ക് വേണ്ട അത്യാവശ്യകരമായ ആ ഒരു ഘടകം. മനസ്സിലായി? നിങ്ങളുടെ ഉള്ളിൽ ദൈവിക ശക്തിയെ നിറയ്ക്കുക. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വളരും. അപ്പൊ ഈ ഒരു ശക്തിയെ നിങ്ങൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ ഗ്രോ ചെയ്യാൻ സാധിക്കും. മറ്റു പല കാര്യങ്ങളിലേക്കും മുൻപന്തിയിൽ എത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായി? പ്രത്യേകിച്ചും നിങ്ങളുടെ ആനിമൽ സ്പിരിറ്റ് ഗൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലുമൊക്കെ ശബ്ദമോ ചലനമോ ഒക്കെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിട്ട് കരുതാവുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാർ ആൻസസ്റ്റർ ആണ്. ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ. നിങ്ങൾ എല്ലായ്പ്പോഴും എന്താണ്? നമ്മുടെ സോളിന്റെ ശബ്ദത്തെ പിന്തുടരൂ എന്നാണ് പറയുന്നത്. നമ്മുടെ സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എപ്പോഴും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ശക്തി, അതായത് ഉള്ളിലെ വിളികളുണ്ടല്ലോ, ഉള്ളിൽ നിന്നും പല കാര്യങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമുക്കത് ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മൾ മറ്റു പല കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ബാഹ്യലോകത്തേക്കാണ് ശ്രദ്ധിക്കുന്നത് കൂടുതലായിട്ടും. നമ്മൾ ഇന്നർ വേൾഡിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അതായത് ആന്തരിക ശക്തിയിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ അത് കാണാതെ പുറം ലോകത്ത് തിരയുകയാണ് ചെയ്യുന്ന പല കാര്യങ്ങൾ. പുറം ലോകത്ത് തിരഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടാനാണ്? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വേണം നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ. അതാണ് നമ്മുടെ സോളിന്റെ വോയിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. സോളിന്റെ വോയിസ് ശ്രദ്ധിക്കുക എന്ന് പറയാൻ നമുക്കൊരു ഇത് നോക്കാവേ. ടാരോ കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവേ.
മജീഷ്യന്റെ കഴിവാണ്. കണ്ടില്ലേ, നമ്മുടെ സോളിന്റെ വോയിസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ അറിവുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു മജീഷ്യന്റെ പദവിയിലേക്ക് ഉയരാൻ കഴിയുമെന്നുള്ളതാണ് കാണുന്നത്. അതായത് ക്രിയേറ്റീവ് എനർജി നമുക്ക് ധാരാളമുണ്ട്. ദൈവികമായ ആ ഒരു എനർജിയാണ് ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജെനുവിനായിട്ടുണ്ട് ചില കഴിവുകളൊക്കെ. പക്ഷെ നമ്മളത് കാണുന്നില്ല, നമ്മളത് അറിയുന്നില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അറിയാത്ത ഒരുപാട് കഴിവുകൾ നമുക്ക് ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പുറം ലോകത്ത് തിരയുകയാണ് പല കാര്യങ്ങളും. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള മജീഷ്യനെ ഉണർത്തിയെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ നിങ്ങൾ പുറത്തെടുക്കൂ, അതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരൂ, അതിനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഹോൾഡ് ദ സ്പേസ് എന്നുള്ളതാണ്. ഹോൾഡ് ദ സ്പേസ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നമുക്കൊരു സ്പേസ് അല്ലെ, ഒരു സ്ഥലത്ത് എന്താണോ നമുക്ക് വേണ്ടത് അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുക. നമ്മുടെ ഉള്ളിലെ ശബ്ദം എന്താണ് അതിനെ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്തിരിക്കണം. കാരണം നമുക്കൊരു ഉദ്ദേശമുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ്, എനിക്കൊരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്കൊരു വാഹനം വേണം, ഇതൊക്കെ നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിനെ ഹോൾഡ് ചെയ്ത് അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമായി കിട്ടുകയുള്ളൂ. കാരണം ഈ ചിന്തകളാണ് നമുക്ക് പ്രാവർത്തികമായി വരുന്നത്. നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലെ തോട്ട്സ് ആണ്. നമ്മുടെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് സാധ്യമായി ലഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ ഹോൾഡ് ചെയ്തിരിക്കണം, വിട്ടുകളയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാവേ. ഇവിടെ പേജ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. തെരഞ്ഞു പിടിക്കണം, കണ്ടില്ല, അന്വേഷിക്കണം. എന്ത് കഴിവാണ് എന്നിലുള്ളത്, അത് ആക്ഷൻ എടുക്കാൻ മുന്നോട്ട് ഇറങ്ങണം എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കാതെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കുകയില്ല. അതിനെ ഹോൾഡ് ചെയ്യണം. എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മുറുകെ പിടിച്ചിരിക്കണം. എന്നിട്ട് അതിലേക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ട്രാക്ക് 100 ആണ്. ട്രാക്ക് ഡൗൺ യുവർ ഫിയേഴ്സ് ആൻഡ് ഡിസയേഴ്സ്. നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയുണ്ടല്ലോ, പലർക്കും പേടിയാണ്, ഞാൻ പരാജിതനാകുമോ, എവിടേക്കെങ്കിലും പോവുകയാണ്, പോകുമ്പോൾ എന്താണ്, എനിക്ക് അവിടെ എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിന് പോവുകയാണ്, എനിക്കത് സക്സസ് ആവുമോ, ഞാൻ പരാജിതനാണ്, പലപ്പോഴും എന്നെ കൊണ്ട് സാധിക്കുകയില്ല, മറ്റുള്ളവർക്കെല്ലാം സാധിക്കുന്നു പക്ഷെ എനിക്ക് സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളോട് മുന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പരാജയം തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയെ കുറയ്ക്കണം, നിങ്ങളുടെ ആഗ്രഹങ്ങളെ വളർത്തണം. ആഗ്രഹമുണ്ടല്ലോ, ആഗ്രഹമില്ലാത്ത മനുഷ്യൻ ആരും തന്നെ ഇല്ല. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത്. ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു സക്സസിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കും? ആഗ്രഹമുണ്ടാവണം. ഈ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ മാത്രമാണ് സക്സസിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അമിതമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ മുൻപന്തിയിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഉള്ളിലുള്ള ഭയത്തെ കളയണം, അതുപോലെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കാനും ഇവിടെ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഉള്ളിലുള്ള ഹണ്ടറിന്, ഉള്ളിലുള്ള ഒരു വേട്ടക്കാരനുണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ. മനസ്സിലാവും. വേട്ടക്കാരൻ എന്ന് പറയുന്ന ആൾ ആരാണ്? നല്ല കോൺസെൻട്രേഷനോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണത്, അല്ലെ? കോൺസെൻട്രേഷൻ ഇല്ലാതെ ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു പക്ഷിയെയോ വേട്ടയാടാൻ പറ്റില്ല. അപ്പൊ അതിനെ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടതായ ഒരു കാര്യം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫിയറിനെ കളയണം, ആഗ്രഹങ്ങളെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സക്സസ് എന്ന് നമുക്ക് നോക്കാവേ. ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് അവസരങ്ങൾ വരും എന്നുള്ളതാണ്, അല്ലേ? നിങ്ങളിലേക്ക് അവസരങ്ങൾ വരും. അതാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ പേടിയെ കളയുക. നിങ്ങൾ തീർച്ചയായിട്ടും പരിപൂർണമായിട്ടും നിങ്ങൾ അതിന് സജ്ജരാണെങ്കിൽ വരുന്ന അവസരങ്ങളെ സ്വീകരിക്കാൻ ധൈര്യപൂർവ്വം കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സക്സസ് സുനിശ്ചിതമാണ്. ഇവിടെ അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ആരുടെയെങ്കിലും സ്നേഹം വരാം, ഏതെങ്കിലും വ്യക്തികൾ വരാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ വരാം, ഡിവൈൻ ബ്ലെസ്സിങ്സ് തന്നെ വരാം നിങ്ങളിലേക്ക്.
അല്ല എങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലിക്കാര്യത്തിലായാലും മറ്റു പല കാര്യത്തിലായാലും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയറിനെ പാടെ മായ്ക്കുക, പാടെ അതിനെ ഉപേക്ഷിക്കുക, പിന്നെ ആഗ്രഹങ്ങളെ വളർത്തുക. അതാണ് ഇവിടെ വേണ്ടത്. അടുത്തതായിട്ട് മെഡിസിൻ ഗാർഡിയൻ ആണ് പറയുന്നത്, ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഹീലിംഗ് ഇൻഫർമേഷൻ ആണ്, അതായത് നമ്മൾക്ക് എല്ലായ്പ്പോഴും നമുക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. നമ്മളുടെ ആരോഗ്യം, നമുക്ക് എങ്ങനെയാണ് ഒരു അസുഖം വരുന്നത്, അതിനെ കണ്ടെത്താനും അതിനെ ഹീൽ ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ നമ്മളുടെ ഉള്ളത്തെ ആക്കിയെടുക്കണം. നമ്മളുടെ ഉള്ളിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, നെഗറ്റീവ് എനർജി ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും നമുക്കൊരു അസുഖം വന്നു, എങ്ങനെയാണ് അത് വന്നത്. അല്ലെങ്കിൽ പരസ്പരം ഹീൽ ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് തുറന്ന് സ്നേഹിച്ച് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ സ്നേഹത്തെ ഇങ്ങോട്ട് ലഭിക്കും, അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റും. അല്ലാതെ വേറൊരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് അതിനെ അനുസരിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ വികാരങ്ങളുടെ താക്കോൽ അവരുടെ കയ്യിലാവും. അവരാണ് അതിനെ നിയന്ത്രിച്ച് വെക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് ആദ്യമൊന്നും മനസ്സിലാകില്ല, കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ വിഡ്ഢികളാവാറുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. നമ്മളുടെ ജീവിതത്തിന്റെ താക്കോൽ മറ്റൊരാൾ എടുത്തിട്ട് കളിക്കരുത്, മനസ്സിലായോ? അപ്പോൾ ഇത് എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇവിടെയാണ് ഒരു ഹീലിംഗ് നടക്കുന്നത്. സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് വരിക എന്ന് പറയുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വയം അറിയാൻ ശ്രമിക്കുക. സ്വയം നമ്മളെ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ വന്നു പിറന്നു, നമ്മുടെ സോൾ എന്താണ്, സോളിന്റെ പർപ്പസ് എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായ കടമകൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ട യാതൊരു ആവശ്യവും വരില്ല. നമുക്ക് സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ വരാമെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കണ്ടില്ലേ, സ്വയം ഹീൽ ചെയ്യുന്നതോടുകൂടി ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നീങ്ങാൻ സാധിക്കും. സാമ്പത്തികപരമായ അഭിവൃദ്ധി വരണമെങ്കിൽ എന്താണ്, സമ്പത്ത് വരണമെങ്കിൽ, സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്, ലക്ഷ്മി ദേവിയാണ്, അല്ലെ, മഹാലക്ഷ്മി എന്ന് പറയും. ഇനി അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, മണി എനർജി. മണി എനർജി വരണമെങ്കിൽ എല്ലാവരിലേക്കും പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധിയിലേക്കാണ് ലക്ഷ്മി ദേവി കടന്നു വരുന്നത് എന്ന് പറയുന്നത് പോലെ. ഞാനിപ്പോ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ആരും അതിനായിട്ട് എതിർത്ത് പറയാൻ നിൽക്കല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സാമ്പത്തികം വരണമെങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളം പരിശുദ്ധമാകണം. അതുപോലെ സ്വയം ഹീൽ ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. മറ്റ് എല്ലാ വിധത്തിലുമുള്ള കറകളെയും എല്ലാ വിധത്തിലുമുള്ള മറ്റ് വികാരങ്ങളെയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടേക്ക് സക്സസ് വരും, സാമ്പത്തികത്തിന്റെ ഒഴുക്ക് വരും നമ്മളിലേക്ക്. പുതിയൊരു ജീവിതം, നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാനും സാധിക്കും. എന്തുകൊണ്ട് എന്നിലേക്ക് സാമ്പത്തികം വരുന്നില്ല, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് എന്നിലേക്ക് സാമ്പത്തികം വരാത്തത്? മറ്റു പലർക്കും വരുന്നുണ്ടല്ലോ, എന്നിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? എനിക്ക് കിട്ടാനുള്ളത് പോലും കിട്ടുന്നില്ല, എനിക്കുള്ളത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നോളും. മനസ്സിലായോ? അതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ആവശ്യമില്ലാത്ത സമയം കളഞ്ഞ് ഇതിലൊന്നിൻ്റെയും പുറകെ പോകാതെ അവരവരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നിരിക്കും. അതാണ് ഇവിടെ സമ്പത്തിൻ്റെതായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെതായ ഒരു തുടക്കം ചിലപ്പോൾ പുതിയ ജോലി കിട്ടാനുള്ളതാവാം, ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ബ്രോക്കൺ ആരാണ്, എംബ്രേസ് ദ എനർജി ഓഫ് പീസ്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പീസ്, സമാധാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ശാന്തത, സമാധാനം, ശാന്തി, മനസ്സിന്റെ ശാന്തി, മനസ്സിന്റെ സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കിനി എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്.
നമുക്ക് ധനമുണ്ട്, വേണ്ടുവോളം മറ്റുള്ളവരുടെ സ്നേഹം എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ശകലം സമാധാനം കിട്ടുന്നില്ല എങ്കിൽ, സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? അവിടെ നമ്മൾ പരാജിതരാവുകയാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത് സഫലമാകുന്നില്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലായ്പ്പോഴും സമാധാനത്തെയും ശാന്തിയെയും ആകർഷിച്ചെടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുത്തൂ, നമ്മളിൽ അത് നിറയ്ക്കൂ, സമാധാനത്തെ നിറയ്ക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സിലേക്ക് നമ്മൾ നീങ്ങൂ എന്നുള്ളതാണ്. ഡിവൈൻ എനർജിയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കണം. അതാണ് ഇവിടെ ഏറ്റവും നല്ലതായിട്ട് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഐശ്വര്യവും സമൃദ്ധിയും വരുമെന്നുള്ളതാണ് പറയുന്നത്. കണ്ടില്ലേ? സമാധാനത്തിന്റെ എനർജിയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഐശ്വര്യവും സമൃദ്ധിയും വരും. മഹാരാജാവിനെ പോലെ അല്ലെങ്കിൽ മഹാറാണിയെ പോലെ കഴിയാനുള്ള എനർജി ഉണ്ടാവും. അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷൻ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എല്ലാം കൊണ്ടും, എല്ലാ കാര്യങ്ങളും കൊണ്ടും, അതായത് മാറ്റം വരാൻ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം നമ്മളിലേക്ക് വരും എന്നാണ് പറയുന്നത്. എന്താണ്? ഹൃദയം പരിശുദ്ധമാക്കുക, സമാധാനം നിറയ്ക്കുക, ശാന്തി അവിടെ വിളയാടാൻ അനുവദിക്കുക. അവിടെ ദൈവികമായ എനർജി എല്ലായ്പ്പോഴും ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ വലിയ ആളാകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അൺലീഷ് ദ ഷീ വുൾഫാണ്. അതായത് പെൺചെന്നായ. അൺലീഷ് ദ വൈൽഡ് വിതിൻ. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വന്യമൃഗത്തെ അഴിച്ചുവിടൂ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വന്യമൃഗമുണ്ട്. ഈ വന്യമൃഗത്തെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്താണ്? വന്യമൃഗം മറ്റുള്ള ആ ജീവികളെ ആക്രമിച്ച് കൊന്നൊടുക്കും, അല്ലേ? എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു എനർജിയെ നമ്മൾ അങ്ങ് വിട്ടേക്കൂ. അങ്ങനെ ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിട്ടേക്കൂ. അവിടെ ഒരു ധൈര്യം നമുക്ക് കൊണ്ടുവന്നാൽ മാത്രം മതിയാകും. അപ്പൊ ഇതെന്താണ് പറയുന്നത്? ബുദ്ധിയാണ്. ബുദ്ധി, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ബുദ്ധി, കേൾക്കാനുള്ള കഴിവ്, പഞ്ചേന്ദ്രിയങ്ങളുടേതായ ഒരു പ്രവർത്തനമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ സൈക്കിക് എബിലിറ്റി ഉള്ള ആനിമലാണല്ലോ വുൾഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സൈക്കിക് എബിലിറ്റിയെ നമ്മൾ എന്താണ്? റിലീസ് ചെയ്യൂ. ഇത് നമ്മൾ എല്ലായ്പ്പോഴും മനസ്സിലാക്കണം. അങ്ങനെ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും വേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളെ വേണ്ടെന്ന് വെക്കുകയാണ് നല്ലത്. അവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ് വേണ്ടത്. അവിടെ എന്തൊക്കെ കഴിവുകൾ നമുക്കുണ്ടോ നമ്മൾ അതിനെയെല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. കാണുന്നതിനെ കാണാനും, കേൾക്കേണ്ടതിനെ കേൾക്കാനും, ടച്ച് ചെയ്യേണ്ടതിനെ ടച്ച് ചെയ്യാനും, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കാനും എല്ലാമുള്ള ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാനേ പോകാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ മതിയാകും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ലതുപോലെ സ്നേഹം ഉണ്ടാകും. കാരണം പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം വന്നു ചേരും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കുടുംബസഹിതം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടേതായ സോൾ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മബന്ധം, ആത്മമിത്രങ്ങൾ നിങ്ങളോടൊപ്പം വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. ദൈവികമായ എനർജിയിൽ എല്ലായ്പ്പോഴും ഇരിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് ഹെർട്ട് ഗാർഡിയൻ ആണ്. ലവ് ആൻഡ് ലെറ്റ് യുവേഴ്സൽ ബി ലവ്ഡ്. ലവ്, മറ്റുള്ളവരെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരുടെ സ്നേഹം ഇങ്ങോട്ടും വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മൾ നമ്മളെ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ വില മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ മാത്രമേ നമുക്ക് ഉന്നതിയിലേക്ക് പോകാൻ സാധിക്കൂ. സെൽഫ് ലവ് ചെയ്യൂ, ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ടിറങ്ങാൻ സാധിക്കും. ആത്മാവിന്റെ ആഗ്രഹം എന്താണോ അത് മനസ്സിലാക്കാൻ സാധിക്കും സെൽഫ് ലവ് ചെയ്തു കഴിഞ്ഞാൽ.
മനസ്സിലായോ? അപ്പൊ അങ്ങനെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ്, ഞാൻ തന്നെയാണ് മറ്റൊരാളും, ഇത്ര മനോഹരമായ ഒരു സോൾ എന്നിലുണ്ട്, ഞാനാണത്, ഇതുപോലെയാണ് മറ്റൊരു വ്യക്തി. അപ്പോൾ പിന്നെ എന്താ, മറ്റൊരു വ്യക്തിയെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു പോയാൽ അത് എന്നെ കൂടെയാണ് ബാധിക്കുന്നത്, അതുകൊണ്ട് ഞാനത് പറയാൻ പാടില്ല. നമുക്ക് പലപ്പോഴും രണ്ടുപേർ തമ്മിൽ വഴക്കിടുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അവരെ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് നോവിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ആയിരിക്കാം അതിന്റെ ആ ഒരു വേദന കൂടുതലായിട്ട് അനുഭവിക്കുന്നതെന്ന് പലപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ബോധ്യമായിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണത്? നിങ്ങൾ അതിനെ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കണം, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്വയം സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, സ്വയം അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് മറ്റൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ ദൈവികമായ എനർജി നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊള്ളും, മറ്റുള്ളവരുടെ സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ നിങ്ങളെ അറിയുക, മറ്റുള്ളവരെയും മനസ്സിലാക്കുക, നിങ്ങളെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം തോന്നും, യാതൊരു സംശയവുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ജഡ്ജ്മെന്റ് ആണ്, ഒരു നീതി ലഭിക്കും, ദൈവികമായ ആ ഒരു റിസൾട്ട്, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും, ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെതായ ആ കോടതിയിൽ നിന്ന് നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ലഭിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക്, നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അതാണ് സ്വയം സ്നേഹിക്കൂ, സ്വയം അറിയൂ, സ്വയം അറിയണം. മനസ്സിലായാലും നമ്മളെ അറിയാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്കൊരു വില കിട്ടുന്നത്? നിങ്ങളെ അറിയുന്നില്ല, വെറുതെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആരെയാണ് അറിയുന്നത്? വെറുതെ പണിയില്ലാതിരിക്കുന്നത് ആർക്കാണ്? എപ്പോഴും ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് തന്നെ അല്ലേ പണിയില്ലാത്തത്, അവരതുകൊണ്ടല്ലേ അത് കാണാൻ വരുന്നത്. അപ്പോൾ സ്വയം അറിയാൻ ശ്രമിക്കുക, സ്വയം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ശ്രമിക്കുക, അത് പഠിക്കണം. മനസ്സിലായോ? അത് എങ്ങനെയാണെന്നത് ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു വളർച്ചയുണ്ടാകൂ, മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടി ആ ഒരു സ്നേഹത്തിൽ ഇരിക്കാൻ സാധിക്കൂ, ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പല കാര്യങ്ങൾക്കും ഇവിടെ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആരെങ്കിലും ഒക്കെ കണ്ടില്ലേ, ഇവിടെ സ്നേഹത്തിന് വേണ്ടി അവസരങ്ങളാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അത് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള അവസരങ്ങളാവാം, സ്നേഹത്തിൻ്റെതായ അവസരങ്ങളുമാകാം. നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ നല്ല നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, ആരെങ്കിലും നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയുമാകാം. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ ഉണ്ടാവാം, ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെതായ സാഹചര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ദൈവിക എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ. അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജിയിൽ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പരമാർത്ഥമാണത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ മടി വിചാരിക്കരുത്. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.